ഡോക്ടർ മോഹൻ വർഗീസ്, വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ആളാണ് ശശി തരൂർ. അതായത് ലോകകാര്യങ്ങളിൽ, നയതന്ത്ര വിഷയങ്ങളിൽ, ഭാരതത്തെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ ഇടപെടൽ നടത്താൻ കെൽപ്പുള്ളയാൾ. ഒരുപക്ഷെ എല്ലാവരെയും പോലല്ലെങ്കിലും മാറ്റി നിർത്തി കൂടുതൽ ശക്തിയോടെ പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരാൾ. അങ്ങനെ ഒരാളെ അത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട ഒരാളുടെ പട്ടികയിൽ പോലും തരൂർ ഉൾപ്പെടുന്നില്ലെങ്കിൽ കോൺഗ്രസ് ചെയ്യുന്നത് എന്താണ്? ശ്രീ കൃഷ്ണരാജ്, വിശ്വപൗരൻ എന്നത് വലിയ ഒരു സാധ്യതയാണ് രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു നെറ്റിപ്പട്ടം, ആ ഒരു ടാഗ് ചാർത്തി കിട്ടുന്നത് അനന്തമായ സാധ്യതകളുടെ വാതായനങ്ങളെയാണ് തുറന്നിടുന്നത്. അതേസമയം ഇന്ത്യയുടെ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ സവിശേഷമായ പ്രത്യേകതകൾ നോക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ആ ഒരു ടാഗ് ഒരു ബാധ്യതയായി മാറുന്നത് ശശി തരൂർ വേദനയോടുകൂടി കണ്ടു നിൽക്കുകയാണ്. അപ്പം അങ്ങനെയെങ്കിൽ തരൂറിൻ്റെ മനസ്സ് വർക്ക് ചെയ്യുന്ന ഒരു രീതി സ്വല്പം വ്യത്യസ്തമാണ്. അദ്ദേഹം ഗ്ലോബ് ട്രോട്ടറായിരുന്നു. ആഗോളതലത്തിൽ നന്നായി ഈ സിസ്റ്റംസിൻ്റെ ഓപ്പറേഷൻ നന്നായി അടുത്ത് കണ്ടു നിന്നിട്ടുള്ള ഒരാളാണ്. അമേരിക്കൻ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലൊക്കെ ഒരു രീതിയുണ്ട്. ഈ അമേരിക്കൻ പ്രസിഡൻറ്റ്, അദ്ദേഹമാണല്ലോ സർവശക്തൻ അമേരിക്കയിലെ. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിക്ക് പുറത്തുനിന്ന് പിന്തുണ തേടാൻ സാധിക്കും. നിർണായകമായ അവസരത്തിൽ ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കാൻ അങ്ങനെ സാധിക്കും. അതിന് സെനറ്റേഴ്സിനെയാണ് പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത്. അമേരിക്കൻ വ്യവസ്ഥയിൽ അതിനെ സെനറ്റോറിയൽ കർട്ടസി എന്നൊക്കെ പറയും. അങ്ങനെയുള്ള സാധ്യതകൾ ഇപ്പോൾ ഭാരതവും മാറി ചിന്തിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പം ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സർക്കാരിന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു വലിയ ടാലൻ്റ് ഉണ്ട്. ആ ടാലൻ്റ് അവിടെ വേസ്റ്റഡ് ആണ്. ആ ടാലൻ്റ് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഹീ നീഡ്സ് ടു എക്സ്പ്രസ് ഹിംസെൽഫ് എന്ന് അദ്ദേഹം വിചാരിക്കുകയും ചെയ്യുന്നു. തരൂരിനെ കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ ആ വിഭവത്തെ ഏറ്റവും സമഗ്രമായി, സമർത്ഥമായി ഒരു രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ, ഒരു പ്രത്യേക ജങ്ചറിൽ, ക്രോസ് റോഡ്സിലെത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? ഈ ഒരു ചിന്തയാണ് തരൂരിന് നറുക്ക് വീഴാനുള്ള കാരണം. അപ്പോൾ അവിടെ ഔപചാരികമായ ചില കാര്യങ്ങളാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തോട് അഭിപ്രായം ചോദിക്കണം. അവർ നൽകുന്ന ലിസ്റ്റിൽ നിന്ന് തന്നെ ആളെ കൊണ്ടുവരണം. ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി അങ്ങനെ വരാം, അതിന് തെറ്റൊന്നുമില്ല. കോൺഗ്രസ് പാർട്ടി നൽകുന്ന ലിസ്റ്റ്, അല്ലെങ്കിൽ നൽകിയ ലിസ്റ്റിൽ തരൂർ എന്തുകൊണ്ട് ഉൾപ്പെട്ടില്ല എന്ന ചോദ്യം കോൺഗ്രസ് പാർട്ടി ഉള്ളിടത്തോളം കാലം തന്നെ പ്രസക്തമായി നിൽക്കും. കാരണം ഒരു നാച്ചുറൽ ചോയ്സാണ്. അത് BJP ചൂസ് ചെയ്താലും അല്ലെങ്കിൽ നിഷ്പക്ഷമായ ആരെങ്കിലും ചൂസ് ചെയ്താലും നിലവിലുള്ള ലോക്സഭ, രാജ്യസഭ അംഗങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പാശ്ചാത്യ ലോകത്ത് പ്രത്യേകിച്ചും വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ധിഷണാശാലിയാണ്, വൈഭവമുള്ളയാളാണ്, നല്ല ഒന്നാന്തരം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ളയാളാണ്. അദ്ദേഹമാണ് തരൂർ. നോക്കൂ, ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ ഈ ഭാഷാശുദ്ധിയും അല്ലെങ്കിൽ അവതരണ മികവുമൊക്കെ നമ്മൾ ഒന്നിലധികം പ്രാവശ്യം ഐക്യരാഷ്ട്ര സംഘടനകളിലും ലോകവേദികളിലും നിർണായക അവസരത്തിൽ കോൺഗ്രസ് സർക്കാർ ഉള്ളപ്പോൾ ഉപയോഗിച്ചതാണ്. അത് കോൺഗ്രസ് സർക്കാരിൻ്റെ മെറിറ്റായിട്ട് കൂടെ ഞാൻ പറയും. അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു മെറിറ്റ് മാത്രമല്ല, കഴിവ്, ടാലൻറ്റ് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിനെ അംഗീകരിക്കുകയും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ 1994 പാകിസ്ഥാൻ കൊണ്ടുവന്ന ഇന്ത്യ വിരുദ്ധ പ്രമേയത്തെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി ഇന്ത്യയുടെ ഭാഗം സമർത്ഥമായി വാദിക്കാൻ നിയോഗിച്ചത് ശ്രീ അടൽ ബിഹാരി വാജ്പേയിയാണ്. അദ്ദേഹം ആ റോൾ ഭംഗിയായി നിർവഹിച്ചു. 2008 ഈ മുംബൈ ഭീകരാക്രമണ സമയത്തും മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റാണ്, UPA ഗവൺമെൻറ്റാണ്, UPA 1 കാലമാണ്. ആ സമയത്തും ലോകരാജ്യങ്ങളിലേക്ക് അയച്ച പ്രതിനിധികളിൽ എല്ലാ പാർട്ടികളിലും പെടുന്ന ആളുകളുണ്ടായിരുന്നു. അന്നൊന്നും ഇല്ലാത്ത ഒരു പ്രതിസന്ധി ഇന്നുണ്ടാകാനുള്ള കാരണം ഒരു ധാരണയിലെത്താൻ പാർട്ടികൾക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും ചെറിയ രീതിയിലുള്ളൊരു ആശയക്കുഴപ്പമുണ്ടായി. പാർട്ടികളുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ആശയക്കുഴപ്പം കാര്യമായി ഉണ്ടായി. കാരണം ഇതിനൊരു ടൈമിംഗ് വളരെ പ്രധാനമാണ്. ഒന്ന്, ഒരു തിങ്ക് ടാങ്ക് ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രൊറോഗറ്റീവാണ് ആരെയാണ് അയക്കേണ്ടതെന്ന്. അപ്പോൾ അവർക്ക് തീർച്ചയായും അയക്കണം. അത് ഒരു മര്യാദ എന്ന നിലയിലാണ്, സാമാന്യ മര്യാദയാണ്. ഒരു രാജ്യത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന പ്രതിപക്ഷം ചേർന്നാണ്. ഭരണപക്ഷം മാത്രമല്ല, രാജ്യം പ്രതിപക്ഷം കൂടെ ചേർന്നതാണ് പാർലമെൻ്ററി ജനാധിപത്യം. അങ്ങനെയെങ്കിൽ ഗവൺമെൻറ്റൽ നോമിനീസ് അല്ല, വേണമെങ്കിൽ വിദേശകാര്യമന്ത്രിയും
വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും പിന്നെ മറ്റേതെങ്കിലും മന്ത്രിസഭയിലെ ചില അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥന്മാരും ചേരുന്ന ഒരു ഉന്നതാധികാര സംഘം വേണമെങ്കിൽ സന്ദർശിക്കാം. കുറേ അംബാസഡർമാരും എല്ലാം ചേർന്നുകൊണ്ട് അതിനൊരു രാജ്യത്തിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഡെലിഗേഷനായി മാത്രമേ രാജ്യങ്ങൾ കാണൂ. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൻ്റെ ശബ്ദം ലോകരാജ്യങ്ങൾ കേൾക്കണം. എന്ത് കാര്യത്തിലാണ്? ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പമുണ്ട്. പ്രത്യേകിച്ച് കാശ്മീർ ഒരിക്കൽ കൂടി ലോക ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പാകിസ്ഥാന് കഴിഞ്ഞു. അത് ചില്ലറ കാര്യമല്ല. ഇവിടെ പഹൽഗാം ഭീകരാക്രമണം മ്ലേച്ഛമായ കാര്യമാണ്. ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയത് ദുഃഖകരമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ പാകിസ്ഥാൻ എന്ത് ആഗ്രഹിച്ചോ ആ കാര്യം നടന്നിരിക്കുന്നു. ഇന്ത്യ പാഠം പഠിപ്പിക്കാനൊന്നും സാധിച്ചില്ല. പക്ഷേ കാശ്മീർ വിഷയം സജീവമായി വീണ്ടും ഒരിക്കൽ കൂടി ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നു. സ്വാഭാവികമായി ട്രംപ് ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ പറയും ഇത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നമാണ്. നൗ ഇന്ത്യ ഹാസ് ടു ക്ലാരിഫൈ. ഇന്ത്യ വ്യക്തമായി പറയേണ്ടതുണ്ട്, ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമല്ല, ഭാരതത്തിൻ്റെ ഉള്ളിലെ ഒരു സ്ഥലമാണ് കാശ്മീർ. കാശ്മീർ തർക്ക വിഷയമല്ല. കാശ്മീർ ഉഭയകക്ഷി അടിസ്ഥാനത്തിലോ ബഹുകക്ഷി അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മധ്യസ്ഥന്റെ സഹായത്തിലോ സംസാരിച്ച് പരിഹരിക്കേണ്ട വിഷയമല്ല. ഈ കാര്യം ലോകത്തോടായി പറയേണ്ടതാണ്. അല്ലാതെ ട്രംപ് പറഞ്ഞതുപോലെ ഞാൻ മധ്യസ്ഥത വഹിച്ചോളാം എന്ന് പറയുകയും പിന്നീട് അത് തിരുത്തി പറയുകയും അത്രയൊക്കെ ആശയക്കുഴപ്പത്തിൻ്റെ കാര്യമില്ലല്ലോ. ലോകരാജ്യങ്ങൾ എർദോഗാൻ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഓരോ രാജ്യങ്ങൾ അഭിപ്രായം പറയുകയാണെങ്കിൽ ഭാരതം എന്താണ് ചിന്തിക്കുന്നത്? അതുകൊണ്ട് ന്യൂ നോർമൽ, അതാണ് ന്യൂ നോർമൽ എന്ന് പറയും. ഭാരതത്തിൻ്റെ വിദേശ നയത്തിൽ ചെറിയ മാറ്റങ്ങൾ, കാതലായ മാറ്റങ്ങൾ ഞാൻ പറയില്ല, ചെറിയ മാറ്റങ്ങൾ അടുത്ത കാലത്ത് സംഭവിച്ചു. ഒരു വിദേശകാര്യ നയം മാറുന്നത് രാജ്യത്തിൻ്റെ വിദേശ നയം മാറുന്നത്, അല്ലാതെ ഭരണകൂടത്തിൻ്റെ വിദേശ നയമല്ല. ഭരണകൂടം അതത് സമയത്ത് എടുക്കുന്ന വിദേശ നയത്തോടൊപ്പം തന്നെയാകണം പ്രതിപക്ഷം. ആഭ്യന്തര നയത്തെ കഠിനമായി വിമർശിക്കാം, പക്ഷെ വിദേശ നയത്തെ പ്രതിപക്ഷത്തിന് വിമർശിക്കാമെന്നുള്ളതല്ലാതെ അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ പ്രതിപക്ഷത്തിന് പോകാനാവൂ. ആ രീതിയിൽ നോക്കുമ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ റെസ്പോൺസിബിളായിട്ടാണ് പെരുമാറിയത്. അതിനകത്ത് തർക്കമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ റെസ്പോൺസിബിളായി ആളെ അയക്കാമെന്ന് പറയുകയും ഞങ്ങൾ സഹകരിക്കാമെന്ന് പറയുകയും എന്നാൽ ഏറ്റവും ഉചിതരായ ആളുകളെ വിടുന്ന കാര്യത്തിൽ ചെറിയ ഒരു അലംഭാവം കാട്ടുകയും ചെയ്തു. കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുത്തവരുടെ വർഗീസ്, അതത്ര ചെറിയ കാര്യമാണോ? ഈ പട്ടികയിൽ പാകിസ്ഥാനുമായി അടുപ്പമുള്ള 2 പേർ എന്ന് നേരത്തെ തന്നെ ആരോപണമുള്ളവർ, ഗൗരവ് ഗൊഗോയി അടക്കമുള്ളവർ ആ പട്ടികയിൽ എങ്ങനെ വന്നു? തരൂരിനില്ലാത്ത എന്ത് മഹത്വമാണ് പാക് ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നവർക്കുള്ളത്? ഗൗരവ് ഗൊഗോയി, നാസിർ ഹുസൈൻ, അതുപോലെ മറ്റ് 2 പേര്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഈ ആരാണ് ഈ രാജ ബ്രാർ, പഞ്ചാബിൽ നിന്നുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ കുറിച്ചോ ഇൻ്റർനാഷണൽ സ്റ്റേച്ചറിനെ കുറിച്ചോ നമ്മൾ ആരും കേട്ടിട്ടില്ല, ഒരുപക്ഷെ കേൾക്കാത്തതുകൊണ്ടായിരിക്കാം. അതുപോലെ ഈ 4 പേരെ കോൺഗ്രസ് തിരഞ്ഞെടുത്തതിൽ ആനന്ദ് ശർമ്മയുടെ ചോയ്സ് വളരെ വളരെ ഉചിതമായ ചോയ്സാണ്. അത് ഗവൺമെൻറ് പിന്നെ അംഗീകരിക്കുകയും ചെയ്തു. കാരണം ആനന്ദ് ശർമ്മ മുൻ ക്യാബിനറ്റ് മന്ത്രിയാണ്, കോൺഗ്രസിൻ്റെ ഉന്നത നേതാവാണ്, അദ്ദേഹത്തിന് നല്ല വായനാശീലമുണ്ട്. അതുകൊണ്ട് ഈ കോൺഗ്രസ്സിന് വേണമെങ്കിൽ തരൂറിനെ 1ാം സ്ഥാനമായി കൊടുത്തുകൊണ്ട് ലിസ്റ്റ് തയ്യാറാക്കാമായിരുന്നു. പക്ഷെ തരൂറിനെ മനഃപൂർവ്വമായി ഒഴിവാക്കണം എന്ന നിർബന്ധ ബുദ്ധി കോൺഗ്രസ്സിന് ഉണ്ടാകും എന്ന് ഒരുപക്ഷെ BJP മുൻകൂട്ടി തന്നെ, അത് രാഷ്ട്രീയമുണ്ട്, അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്, അതിൻ്റെ പിന്നിലൊരു സമ്മർദ്ദ രാഷ്ട്രീയമുണ്ട്. അല്ല, രാഷ്ട്രീയം എന്നുള്ള നിലയിൽ നെഗറ്റീവ് പൊളിറ്റിക്സ് അല്ല, കോൺഗ്രസിനെ വളരെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കും. ശശി തരൂരിനെ ഞങ്ങൾ പിക്ക് ചെയ്യുന്നു. പക്ഷേ ഇതിനെ ഞാൻ വ്യാഖ്യാനിക്കുന്നത് ആ രീതിയിലല്ല, ഒരു പക്ക പൊളിറ്റിക്സ് എന്ന രീതിയിൽ മാത്രമല്ല. തരൂർ ഈസ് എൻ ഓട്ടോമാറ്റിക് പിക്ക്. അത് BJP ആയിക്കൊള്ളട്ടെ, കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, സ്വതന്ത്ര അംഗമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ചെറിയൊരു പ്രാദേശിക പാർട്ടിയുടെ അംഗമായിക്കൊള്ളട്ടെ, ഡോക്ടർ ശശി തരൂർ എന്ന വ്യക്തിയുടെ കഴിവ്, അർഹത അത് രാജ്യത്ത് ഒരാൾ പോലും ചോദ്യം ചെയ്യില്ല. ഒരു രാഷ്ട്രീയ കക്ഷി, സ്വന്തം പാർട്ടിയോ മറ്റ് പാർട്ടികളോ ചോദ്യം ചെയ്യില്ല. അങ്ങനെയെങ്കിൽ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം എക്സ് ഒഫീഷ്യോ ആയി കണ്ടുകൊണ്ട് ഓട്ടോമാറ്റിക്കലി തരൂർ ഗെറ്റ്സ് പിക്ഡ്. അത് ആരും പിക്ക് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കലി ആരാണോ പാർലമെൻറ്റിൻ്റെ വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷൻ, അദ്ദേഹം ഇല്ലാതെ പാർലമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി സംഘത്തെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. അതിനുശേഷം ബാക്കി പേരുകൾ പാർട്ടികൾക്ക് വിട്ടുകൊടുക്കാം. വേണമെങ്കിൽ അത് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു നെഗോസിയേഷൻ, അതിനെ അവിടെ കോൺഗ്രസ് ഉയർത്തുന്ന ഒരു ചിന്തയുണ്ട്. എന്തുകൊണ്ടൊരു പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചുകൂട്ടി കാര്യങ്ങൾ സംസാരിക്കുന്നില്ല? ഇതിലൊരു അപകടവുമുണ്ട്, ഒരു സാധ്യതയുമുണ്ട്. എന്താണ് അപകടം? അപകടം എന്ന് പറഞ്ഞാൽ
ഈ അനന്തമായ രീതിയിൽ വിമർശനങ്ങൾ ആഭ്യന്തരമായി ഗവൺമെൻറ്റിനെതിരെ പാർലമെൻറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും ശക്തമായ വിമർശനങ്ങളും വേറിട്ടുള്ള ചിന്തകളും ഒക്കെ വന്നു കഴിയുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടല്ല എന്ന ഒരു തോന്നൽ ഉണ്ടാകും വിദേശ രാജ്യങ്ങൾക്ക്. പക്ഷെ അത് കൈവിട്ട് പോകുന്ന ചർച്ചകളാകുന്നത് ഈ ഘട്ടത്തിൽ ഒരു പക്ഷേ ഉചിതമാകില്ല എന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ചിന്ത. പക്ഷേ എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഒരു പാർലമെൻറ്റ് സമ്മേളനം ആകാമായിരുന്നു. കാരണം ഇത്രയും നിർണായകമായ ഒരു ഡെമോക്രാറ്റിക് നയതന്ത്ര ബ്ലിറ്റ്സ്ക്രീഗിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ അതിന് മുന്നോടിയായി ഒരു പാർലമെൻറ്റ് സമ്മേളനം വേണമെങ്കിൽ ആകാമായിരുന്നു. അതിനുശേഷം സർവകക്ഷി ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ നിശ്ചിത എണ്ണം പറഞ്ഞുകൊണ്ട് പാർലമെൻറ്റിലെ കക്ഷികളുടെ സ്ട്രെങ്ത് അനുസരിച്ച് അവർക്ക് ബർത്തുകൾ അലോട്ട് ചെയ്യുകയും അതിനുള്ളിൽ പരിഗണനകൾ വേണം. ഇപ്പോഴത്തെ ഇതിനകത്ത് വ്യക്തമായ 40ഓളം അംഗങ്ങളാണ്. അതിൽ നല്ല വ്യക്തമായ പരിഗണനകളുണ്ടല്ലോ. വനിതാ പ്രാതിനിധ്യമുണ്ട്. ഈ INDA മുന്നണിയിൽ നിന്നും 2 വനിതകൾ, 7 കമ്മിറ്റികൾ ഉള്ളതിൽ 7 ടീംസ് ഉള്ളതിൽ 2 ടീംസിൻ്റെ നേതാക്കൾ വനിതകളാണ്, ചെയർപേഴ്സൺസ്. അത് കരുണാനിധിയുടെ മകൾ കനിമൊഴി. ഇപ്പോൾ തമിഴ്നാടിന് എപ്പോഴും കേന്ദ്ര രാഷ്ട്രീയത്തോട് സ്വല്പം വിയോജിപ്പുണ്ട്, പ്രത്യേകിച്ച് BJP രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ഒരു കക്ഷിയാണ്, പ്രത്യേകിച്ച് തമിഴക ദേശീയതയ്ക്ക് ഉയർത്തിപ്പിടിക്കുന്ന ഒരു കക്ഷിയാണ്. പക്ഷേ കനിമൊഴിയെ ചൂസ് ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലല്ലോ. ഒരു ടീം ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തല്ലോ. കനിമൊഴി അത്ര ദീർഘകാല MP ആയിരുന്ന ആളല്ലെന്ന് ഓർക്കണം. നേതൃപാഠവും ഉണ്ടില്ലെന്നല്ല, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലോകപരിചയം എല്ലാം. അതുപോലെ സുപ്രിയ സുലെ ശരത് പവാറിൻ്റെ മകളാണ്, ബാരാമതി MP ആണ്, NCPയുടെ നേതാവാണ്. സുപ്രിയ സുലെയുടെ കഴിവിനെക്കുറിച്ചും അർഹതയെക്കുറിച്ചും തർക്കമില്ലല്ലോ. 2 പേരും അതോടൊപ്പം തരുണും 3 പേരാണ്. 7 ലോട്ടുകളുള്ളതിൽ 7 സമിതികളിൽ 3 സമിതികളിൽ ഇന്ത്യ മുന്നണിയുടെ നേതാക്കളാണ് ചെയർമാൻ സ്ഥാനത്ത്. 4 മുന്നണികളിൽ രവിശങ്കർ പ്രസാദ് ഉൾപ്പെടെ ഉള്ള ആളുകൾ BJP നേതാക്കൾ, മറ്റൊരു BJP നേതാവ് ഒറീസയിൽ നിന്നുണ്ട്. മറ്റു 2 ഘടകകക്ഷികൾ നേതാക്കളാണ്. ഭാരതീയ ജനതാ പാർട്ടി 2 സീറ്റുകൾ മാത്രമേ, 7-ൽ 2 സ്ലോട്ടുകൾ മാത്രമേ എടുത്തുള്ളൂ ചെയർമാൻ സ്ഥാനം എന്ന് ഓർക്കണം. അപ്പം വ്യാപകമായി ഒവൈസിക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്നു. പ്രാതിനിധ്യമുണ്ട്. ഞാൻ വരാം മോഹൻ വർഗീസ്.